വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാവും. കർത്താവിൽ അനുഗ്രഹീതരായിരിക്കുന്നവരെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാളിൻ്റെ പ്രധാനപ്പെട്ട ഈ ദിവസത്തിലേക്ക് നമ്മൾ അടുത്തു വന്നിരിക്കുന്ന ഈ സമയത്ത് ഈ 3 ദിവസമായി നമ്മൾ ദൈവസന്നിധിയിൽ ധ്യാനിച്ചതും വചനത്താൽ നമ്മെ തന്നെ ശോധന ചെയ്തതുമായ കാര്യങ്ങളെ ഹൃദയത്തിൽ പരിശുദ്ധ ദൈവമാതാവ് സംഗ്രഹിച്ചതുപോലെ നമ്മളും സംഗ്രഹിച്ച് നാളത്തെ വിശുദ്ധ കുർബാനയിൽ ഇത് പൂർത്തീകരിക്കുവാൻ വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുവാനാണ് ഇന്ന് നമ്മളിപ്പോൾ കർത്താവിൻ്റെ കാൽപാദത്തിൽ ഇരിക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രസൻസ് അറിയണം. അതറിയുവാനും ഒരു കൃപ നമുക്ക് കിട്ടണം. ദേവാലയത്തിൽ വന്നിട്ട് മടങ്ങിപ്പോകുമ്പോൾ നമ്മൾ വന്ന പോലെയല്ല പോകേണ്ടത്. ഓരോ ദിവസവും വിശുദ്ധി പ്രാപിക്കേണ്ടതാണ്. ഇന്നത്തേനേക്കാളിൽ വിശുദ്ധി നാളെ ഉണ്ടാവണം. കഴിഞ്ഞ പെരുന്നാളിനേക്കാളിൽ വിശുദ്ധി നമ്മൾ പ്രാപിക്കണം. ദൈവമാതാവ് നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് വിശുദ്ധി പ്രാപിക്കാനാണ്. അതിൻ്റെ കൂടെ ബോണസായിട്ട് വരുന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇതര വിഷയങ്ങൾ. നമുക്ക് ഈ ലോകത്തിൽ അനേക ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. നമ്മളുടെ ഒരു തെറ്റായ ധാരണയുള്ളത് ഈ ദൈവസന്നിധിയിൽ വന്ന് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് ദൈവം പ്രസാദിക്കുന്നതാണ് ആത്മീയത എന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതായത് നമുക്കൊരു പ്രയാസം വന്നുള്ളൊരു ദുഃഖം വന്നു, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് നെടുവീർപ്പോടെ കരഞ്ഞു, കർത്താവ് അതിനുള്ളൊരു പ്രതിവിധി നമുക്ക് തന്നു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നൊരു ബോധ്യം ഉണ്ടാവുകയും ഇതാണ് ആത്മീയത എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം ദൈവത്തിൽ നിന്ന് ഇങ്ങോട്ട് എന്ത് കിട്ടാം, അങ്ങനെ കിട്ടുന്നതുകൊണ്ട് ദൈവം സ്നേഹമാകുന്നതിനാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ക്രിസ്തു മതത്തിൽ നിന്നും അല്ലെ ക്രിസ്തുവിനെ അറിയുന്ന ഒരാളിൽ ഇത് മാത്രം മതിയോ? നമ്മൾ ഈ പറഞ്ഞ ഈ കാര്യം നമുക്ക് മാത്രമല്ല, എല്ലാ മതത്തിലുള്ള വിശ്വാസികൾക്കും ഈ കാര്യം അനർത്ഥമാണ്. എൻ്റെ ആശ്രമത്തിൻ്റെ മുമ്പിൽ കൂടിയാണ് ശബരിമലയ്ക്ക് പോകുന്ന റോഡ് ഉള്ളത്. ഓരോ വർഷവും അങ്ങോട്ടേക്കുള്ള ആൾ കൂടുന്നതല്ലാതെ ഇതുവരെ കുറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവിടെ വന്ന് ആശ്രമത്തിൽ കയറി ഈ അയ്യപ്പഭക്തന്മാർ ഭക്ഷണം കഴിക്കുവാനായിട്ട് വരും. അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. അവരത് കഴിഞ്ഞ് ശബരിമലയ്ക്ക് പോകും. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടറിയാം കഴിഞ്ഞ വർഷത്തിനേക്കാളിൽ ആൾ ഇപ്രാവശ്യം കൂടുതലാണ്. എന്തുകൊണ്ടാണ്? അതായത് അവർ പോയി അവർ പ്രാർത്ഥിക്കുന്ന കാര്യം അവർ സാധിക്കുന്നു. ഇതുപോലെ തന്നെയാണ് മെക്കയിലേക്കും ആളുകൾ പോകുന്നു, അവർ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്ന കാര്യം അവർ സാധിക്കുന്നു. അതവർ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്ക് പ്രചോദനമാകുന്നു. അവർ അടുത്ത വർഷം കൂടുതൽ ആളുകൾ പോകുന്നു. ഇതുപോലെയാണോ നമ്മളും കണ്ടിരിക്കുന്നത്? പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാൾ കൊണ്ടാടുന്നു. എന്തുകൊണ്ടാണ് ഈ 15 നോയമ്പിനേക്കാളിൽ കൂടുതൽ 8 നോയമ്പിന് നമ്മൾ പ്രാധാന്യം കൽപ്പിച്ചു പോകുന്നത്? കാരണം 8 നോയമ്പിന് നമ്മൾ കുറച്ചും കൂടെ അതിനെ ഗൗരവമായിട്ട് എടുത്തിട്ട് വിശുദ്ധിയോടുകൂടി അതിൽ പങ്കാളികളാവും. തീർച്ചയായിട്ടും നമ്മൾ അനുഷ്ഠിക്കുന്ന ആ ക്രമത്തിനനുസരിച്ചുള്ള അനുഗ്രഹം ദൈവം തരും. അതിനനുസരിച്ചൊന്നുമല്ല തരുന്നതെങ്കിലും നമ്മൾ ആ വിശ്വസ്തത കൂടുതൽ അനുഷ്ഠിക്കുമ്പോൾ അത് ദൈവം അതിനനുസരിച്ച് നമ്മളെ അനുഗ്രഹിക്കും. 8 നോയമ്പിൽ എല്ലാവർക്കും കുറച്ചും കൂടെ എന്തോ, പക്ഷെ 15 നോയമ്പിൽ ഈ ഒരു ഈഗർനെസ് പൊതുവെ കാണുന്നില്ല. മാറി വരുന്നുണ്ട്. അതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിന് ജന്മം കൊടുത്ത മാതാവിൻ്റെ വാങ്ങിപ്പാണം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. മോറാനായ പെരുന്നാൾ പോലെ അതുപോലെ തന്നെ മോറാനായ പെരുന്നാളായിട്ട് തന്നെ കൊണ്ടാടേണ്ട ഒരു പെരുന്നാളാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ്. കാരണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ സഭയിൽ ദൈവമാതാവിന് അതുപോലെ പ്രാധാന്യവും സ്ഥാനമുണ്ട്. വിവിധ വർണ്ണനകളാൽ വിവിധ അലങ്കാരങ്ങളാൽ ദൈവമാതാവിനെ വർണ്ണിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പാടി യുഗകാലങ്ങളിലൊക്കെയിലും മറവായി സ്ഥിതി ചെയ്ത ഒരു മിസ്റ്ററിയാണത്. അതാണ് മറവായി സ്ഥിതി ചെയ്തൊരു മർമ്മം. അത് കാലത്തികവിൽ കർത്താവിൽ കൂടെ വെളിവായി. ദൂതത്തലവൻ ഗബ്രിയേൽ മധുരസ്വരത്തിൽ അവളോട് അഭിവാദ്യം ചെയ്തു. എന്തൊക്കെയാണ്? വിത ചെയ്യാ വയലെ വിശേഷണങ്ങളാണ്.
വിത ചെയ്യാ വയലെ, ആരും വിതയ്ക്കാത്ത വയലെ എന്ന് പറഞ്ഞാൽ പുരുഷ ബീജമോ സ്പർശനമോ ഏൽക്കാത്ത ശരീരമേ എന്നർത്ഥം. വിത ചെയ്യാ വയലെ മോദി അതിർ കാണാത്ത ആഴമേ. ആ ദൈവമാതാവിൻ്റെ വർണ്ണന ആഴമില്ലാത്തതാകുന്നു. ഇവിടെ ടിപ്പോളജിക്കലായിട്ടും അലോകരിക്കലായിട്ടും മാതാവിനെ വർണ്ണിക്കുന്നുണ്ട്. എന്താണ് ടിപ്പോളജിക്കൽ വർണ്ണന എന്ന് പറഞ്ഞാൽ അർത്ഥം? ടിപ്പോളജിക്കൽ വർണ്ണന എന്ന് പറഞ്ഞാൽ, ടിപ്പോളജി എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് എടുത്ത് ഇപ്പുറത്ത് വയ്ക്കുക എന്നാണ് അർത്ഥം. അതായത് പഴയ നിയമത്തിൽ ഒരു സംഭവം എടുത്തിട്ട് പുതിയ നിയമത്തിൽ വയ്ക്കുമ്പോൾ അത് പരിശുദ്ധ മാതാവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ ടിപ്പോളജിക്കൽ ആർഗ്യുമെൻ്റ് എന്ന് പറയും. അലഗോറിക്കൽ എന്ന് പറഞ്ഞാൽ വിശേഷണങ്ങളാണ്. നമുക്ക് ഇഷ്ടമുള്ള വിശേഷണങ്ങൾ കൊടുക്കാം. പാമ്പാക്കുട നമസ്കാരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വിശേഷണങ്ങൾ കാണാം. സഹോദരന്മാരുടെ രാജ്ഞി, വിശുദ്ധ പിതാക്കന്മാരുടെ രാജ്ഞി, ഇങ്ങനെ പറഞ്ഞ് വിശേഷണങ്ങൾ ഇങ്ങനെ ആ ഭക്തിയുടെ നിറവിൽ പിതാക്കന്മാർ എഴുതിയതാണ്. എന്നാൽ വേദശാസ്ത്രപരമായ വിശേഷണങ്ങളുണ്ട്. സാക്ഷ്യപ്പെട്ടത്തോടുള്ള ഉപമ, യാക്കോബ് കണ്ട ദർശനത്തോടെ അമ്പരമേറ്റും സോപാനം യാക്കോബ് താതൻ ദർശിച്ച വാനത്തും ശ്രേണിയെ, അല്ലേ? അതായത് ഭൂമിയിൽ ഏണിയുടെ ഒരഗ്രം ഭൂമിയിൽ, മറ്റേ അഗ്രം ഗോപുരത്തിൽ, ഇതിന് ഇടയിൽ കൂടി ദൂതന്മാർ കയറിയിടങ്ങുന്ന ദർശനം. അത് ദൂതന്മാർ, അതായത് സ്വർഗത്തെയും ഭൂമിയെയും കണക്റ്റ് ചെയ്യുന്ന ഗോവേണിയായിട്ട് പരിശുദ്ധ മാതാവിനെ ഉപമിക്കുന്നു. അതുകൊണ്ട് യാക്കോബിൻ്റെ ഗോവേണിയോട് രണ്ടാം സ്വർഗം. ഇങ്ങനെ ടിപ്പോളജിക്കൽ അറേഞ്ച്മെൻറ്റ്സും ഉണ്ട്, അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സും ഉണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, പരിശുദ്ധ മാതാവിൻ്റെ ഈ പെരുന്നാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ അത് വളരെ പ്രാധാന്യത്തോടെ, നോമ്പോടുകൂടി, അനുഷ്ഠാനത്തോടി, എല്ലാറ്റിനുപരിയായി വിശുദ്ധ ജീവിതത്തിനുള്ള ആഗ്രഹത്തോടുകൂടി ഇന്ന് പെരുന്നാൾ നടത്തി പോകുമ്പോൾ, അല്ലെങ്കിൽ നാളെ വിശുദ്ധ കുർബാന അനുഭവിച്ച് നമ്മൾ പൂർത്തിയാകുമ്പോൾ, നമ്മൾ ഇന്ന് വരെയുള്ള മനുഷ്യനായിരിക്കരുത്. നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം, റിന്യൂവൽ സംഭവിച്ചിരിക്കണം. ഈ റിന്യൂവലാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. അതിലേക്ക് നമുക്ക് വളരെ വേഗം നമുക്ക് കടന്നു ചെല്ലാം. ഇന്ന് വളരെ കുറച്ച് സമയമേ നമുക്കുള്ളൂ. ഇനി റാസയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വേഗം ഈ ശുശ്രൂഷ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. വചനം നമ്മളെ എന്തുമാത്രം ശുദ്ധീകരിക്കുന്നു. വചനത്തിലുള്ള ആശ്രയം, തൻ്റെ വചനം അയച്ച് അവരെ ശുദ്ധീകരിക്കുന്നു എന്നുള്ള കർത്താവിൻ്റെ വേദപ്രമാണത്തെ ഓർത്തുകൊണ്ട് വചനം എപ്രകാരമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അല്പസമയം ഒന്ന് ചിന്തിക്കാം. ശുദ്ധീകരണം തുടങ്ങേണ്ടത് എവിടെയാണ്? ഈ വിശുദ്ധി എന്ന് പറഞ്ഞാൽ അത് ആരംഭിക്കുന്നത് എവിടെയാണ്? ആ കാര്യം പലപ്പോഴും പലരും ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഭയമുണ്ടാവും. ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഭയമല്ല, ദൈവത്തോട് നമ്മൾ എന്തുമാത്രം അകന്നിരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ നമ്മളെ ഉണ്ടായി. നമ്മളെ തന്നെ പുതുക്കുവാൻ ആഗ്രഹിക്കും. ദൈവത്തോടും കർത്താവിനോടും ചേരുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പെരുന്നാൾ നടത്തുമ്പോഴും വചനം വായിക്കുമ്പോഴും എല്ലാം നമുക്ക് ബോധ്യമായി വരേണ്ടത് പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ആണ്. സാന്നിധ്യം എന്ന് പറയും. സാന്നിധ്യം, കർത്താവിൻ്റെ സാന്നിധ്യം വന്നെങ്കിൽ മാത്രമേ ഇതിനോടുള്ള ആഗ്രഹം വരത്തുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ട, കർത്താവെ, വചനം വായിക്കുവാനുള്ള താല്പര്യം എന്നിലില്ല, അത് സമ്മതിച്ച് പറയണം. അതിനുള്ളൊരു കൃപ ഞങ്ങൾക്ക് തരണം. വചനത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഇതൊരു അഭിഷേകമാണ്, പട്ടത്വമാണ്. അഭിഷേകാഗ്നി. പെന്തിക്കോസ്തി ശുശ്രൂഷ നടത്തുമ്പോൾ നമ്മൾ വിവിധ അഭിഷേകങ്ങൾ പ്രാപിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 1:3 സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായ വാഴ്ത്തപ്പെട്ടവൻ, നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായിൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപാധനത്തിൻ്റെ മഹത്വപ്രകാരം സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എഫേസ്യർ 1:3 എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും പരിശുദ്ധ മാമോദീസയാൽ നമ്മളെ നിറച്ചു. പക്ഷേ നമ്മൾക്ക് ആ ആത്മീയ അനുഗ്രഹത്തിൻ്റെ അളവുകോൽ, അല്ലെങ്കിൽ അതങ്ങോട്ട് പിടിച്ചെടുക്കുവാൻ പറ്റുന്നില്ല. സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട്, പക്ഷേ ആസ്വദിക്കാൻ പറ്റുന്നില്ല, രുചിയില്ല. എന്തുകൊണ്ടാണ് കാര്യം? ഇപ്പോൾ എൻ്റെ മുമ്പിൽ നല്ല ഭക്ഷണം വെച്ചിരിക്കുന്നു വിചാരിക്കാം. ഭക്ഷണം കഴിക്കാൻ വളരെ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. പറഞ്ഞുകൊണ്ട് വരുന്ന വചനത്തിന് വിരുദ്ധമായൊരു കാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ജഡത്തിൻ്റെ ആഗ്രഹമാണ് ഈ ഭക്ഷണപ്രിയം എന്ന് പറയുന്നത്. അതിലേക്ക് വരും. അപ്പോൾ നല്ല ഭക്ഷണം ഇരിക്കുന്നു, എനിക്ക് കഴിക്കുവാൻ ആഗ്രഹമില്ല. എന്തുകൊണ്ടാണ്? പനി പിടിച്ചിരിക്കുകയാണ്, ഒന്നിനും രുചിയില്ല, നല്ല ഒന്നാന്തരം ഭക്ഷണമാണ് എന്ന് പറയുന്ന പോലെയാണ്
ഈ വചനത്തിൻ്റെ രുചി നമ്മൾ ആസ്വദിക്കണമെങ്കിൽ യഹോവയുടെ രുചി, യഹോവയെ രുചിച്ചു നോക്കുവിൻ എന്ന് പറയുന്ന ഒരു അനുഭവ തലത്തിലേക്ക് എത്തണമെങ്കിൽ ഈ പനി മാറണം. പനി മാറണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് പനി തുടങ്ങിയെന്ന് കണ്ടുപിടിക്കണം. അതായത് ആത്മീയ പനി, ആത്മീയ ജ്വരം എന്ന് പറയും. പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ പനി കർത്താവ് മാറട്ടെ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞപ്പോൾ അവൾ എന്താണ് ചെയ്തത് എന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. എഴുന്നേറ്റ് ഉടനെ അവന് ശുശ്രൂഷ ചെയ്തു എന്നാണ്. എഴുന്നേറ്റ് ഉടനെ അവന് ശുശ്രൂഷ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ പനി മാറുന്നത് മനസ്സിലാകണമെങ്കിൽ പനി എവിടെ കയറി ആദ്യം പിടിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിക്കണം. അപ്പോൾ എവിടെയാണ് ഈ പനി അല്ലെങ്കിൽ ഈ പാപം അല്ലെങ്കിൽ ഈ അശുദ്ധി നമ്മളെ വ്യാപിക്കുന്നത്? കർത്താവിൻ്റെ സാന്നിധ്യത്താലും വചനത്താലും ഇത് എപ്രകാരം ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് അല്പസമയം നമുക്കൊന്ന് ധ്യാനിക്കാം. നമുക്കൊന്ന് രണ്ട് വാക്യങ്ങൾ ദൈവസന്നിധിയിൽ എടുക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. എന്നിട്ട് ബാക്കി ഒരു വചനം കൂടെ ഉണ്ട്. എന്താണ്? ഈ ലോകത്തിന് അനുരൂപരാകാതെ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ മാത്രമേ വിശുദ്ധി നമ്മളിലേക്ക് വരത്തുള്ളൂ. വിശുദ്ധി വന്നു കഴിഞ്ഞാൽ മാത്രമേ ക്രിസ്തീയ ജീവിതം ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക നേടുക ഇവിടെ നിൽക്കും. അതെല്ലാ മതത്തിലുള്ളവർക്കും കിട്ടുന്നുണ്ട്. കർത്താവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അതല്ല. കർത്താവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അവനോടുള്ള സ്നേഹമാണ്. അവൻ ഇങ്ങോട്ടുള്ള സ്നേഹം മാത്രമേ നമ്മളിപ്പോൾ കാണുന്നുള്ളൂ. എന്നാൽ അങ്ങനെയല്ല, അവൻ ഇങ്ങോട്ടൊരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന് പകരമായി തത്തുല്യമായി നമുക്ക് കൊടുക്കുവാനൊന്നുമില്ലെങ്കിലും നമുക്ക് അവനോടുള്ള ആ സ്നേഹം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധരാവണം, വിശുദ്ധി പ്രാപിക്കണം. വിശുദ്ധി പ്രാപിക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മൾ മുമ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരമാണ്. അതുകൊണ്ട് ശരീരത്തെ എങ്ങനെ സമർപ്പിക്കണം? യാഗമായി സമർപ്പിക്കണമെന്ന് പറയുന്നു. ഒന്ന്. പിന്നെ അത് മാത്രം പോരാ, ഈ ലോകത്തിന് അനുരൂപമാകാതെ എന്ത് ചെയ്യണം? ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശരീരം യാഗം ചെയ്യണം. രണ്ട്, മനസ്സ് പുതുക്കണം. കേട്ടേച്ച് പോകരുത്. ഇത് വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ മനസ്സിലാക്കണം. ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ. വിശുദ്ധിയോടുകൂടി ജീവിച്ചാൽ തേജസ്സിൻ്റെ ഘനം കൂടും. എല്ലാവരും ഒരേ തേജസ്സിലാണ് എന്ന് വിചാരിക്കരുത്. നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തിന് തേജസ്സിന് വ്യത്യാസമുണ്ട്. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, മനുഷ്യരുടെ തേജസ് വേറെ, വിശുദ്ധന്മാരുടെ തേജസ് വേറെ, സഹോദരന്മാരുടെ തേജസ് വേറെ, മാതാവിൻ്റെ തേജസ് വേറെ. അതുകൊണ്ട് അത്രത്തോളം തേജസ് പ്രാപിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം. അപ്പോൾ ആ തേജസ് വരണമെങ്കിൽ വിശുദ്ധി ഉള്ളിടത്തല്ലാതെ ഇത് കൊടുക്കുവാൻ സാധ്യമല്ല. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശരീരത്തെ ശുദ്ധിയായി കാക്കണം. രണ്ട്, മനസ്സ് പുതുക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ശരീരത്തെ എങ്ങനെയാണ് വിശുദ്ധമായി കാക്കേണ്ടത്? ശരീരത്തിന് ഒരുപാട് അഭിലാഷങ്ങൾ. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ശരീരത്തെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പക്ഷേ ഈ എളുപ്പം ആക്കിത്തരുവാൻ ഒരുവൻ സഹായകനായി നമ്മളുടെ കൂടെയുണ്ട്. അവൻ്റെ സഹായമില്ലാതെ ശരീരത്തെ കീഴ്പ്പെടുത്തുവാൻ നമുക്ക് സാധ്യമേ അല്ല. അതിനാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ മറ്റൊരു കാര്യസ്ഥനെ അയക്കും. അവൻ്റെ പേര് സഹായകൻ എന്നാണ്. അല്ലെങ്കിൽ ഗ്രീക്ക് വാക്കിൽ പറഞ്ഞാൽ പാറക്കിലീത്തോ അല്ലെങ്കിൽ റൂഹ. ഇത് പരിശുദ്ധാത്മാവാണ്. എന്തിനാണ് പരിശുദ്ധാത്മാവ്? നമ്മൾ പരിശുദ്ധാത്മാവിനോട് ഒരുപാട് പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. എന്തിനാണ്? ഈ ലോകത്തിലെ കാര്യങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങൾ, വീട് പണിയുടെ കാര്യങ്ങൾ, കല്യാണത്തിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ ഈ ലോകത്തിൽ നമുക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരകനായിട്ടാണ് നിങ്ങൾ പരിശുദ്ധ റൂഹായെ കാണുന്നതെങ്കിൽ പരിശുദ്ധ റൂഹായെ പറ്റിയുള്ള നിങ്ങളുടെ എല്ലാ കൺസെപ്റ്റ്സും മാറ്റണം. അങ്ങനെയല്ല, അത് ബോണസായി വന്നു ചേരുന്നതാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധരായിരിക്കുന്ന കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരാൾക്ക് ഈ ലോകത്തിലെ ഒരു കാര്യവും പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ
നിങ്ങൾക്ക് വേണ്ടത് എന്തെന്നുള്ളത് സകലതും അവൻ അറിയുന്നു. എല്ലാവരുടെയും കാര്യമല്ല, അവനെ ചേർന്ന് അവനെ സ്നേഹിക്കുന്നവനാണ്. സ്നേഹിക്കുന്നവർക്കുള്ള കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് മുട്ടിപ്പോയി പ്രാർത്ഥിക്കും. പക്ഷേ കർത്താവിന് മുമ്പേ അറിഞ്ഞിരിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, നിങ്ങൾ അവനെ സ്നേഹിച്ചാൽ മാത്രം മതി. പക്ഷേ അവനെ സ്നേഹിക്കണമെങ്കിൽ അവൻ്റെ ശരീരത്തിനോട് നമ്മൾ അനുരൂപരാകണം. ഒരാളോട് നമുക്ക് ഇഷ്ടം തോന്നുന്നത് എപ്പോഴാണ്? ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നത് എപ്പോഴാണ്? അവൻ്റെ ഐഡിയോളജീസ്, അവൻ്റെ പ്രകൃതം, അവൻ്റെ രീതി അല്ലെങ്കിൽ അവളുടെ രീതി എൻ്റെ രീതിയുമായിട്ട് കമ്പാറ്റബിൾ ആകുമ്പോഴാണ്. അല്ലെങ്കിൽ സ്നേഹിക്കുകയില്ല. കർത്താവിനോട് സ്നേഹം തോന്നണമെങ്കിൽ കർത്താവിൻ്റെ വചനം അനുസരിക്കുവാനുള്ള കൃപ കിട്ടി പരിശുദ്ധാത്മാവ് അതിനുള്ള ശക്തി തന്ന് അവനെ സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോൾ അവനോട് അനുരൂപകരാകും. അപ്പോൾ ഇതിനാണ് പിശാച് കെണിവെക്കുന്നത്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. പിശാചിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വെറും നിസാര ചീപ്പ് പെർഫോമൻസ് അല്ല. നിങ്ങളെക്കൊണ്ട് ആത്മീയമെന്ന് തോന്നിക്കുന്ന പല കാര്യങ്ങളും ചെയ്യിക്കും, എന്നെക്കൊണ്ടും ചെയ്യിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു അത്. എനിക്കൊരു ഒരച്ഛൻ എനിക്കൊരു ഒരു പോസ്റ്റ് അയച്ചു തന്നു. അതിപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. ആ പോസ്റ്റിൽ പ്രകാരം പറയുന്നു, എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. Satan may allow us to talk about God for many hours. എന്നോടാണ്, എന്നെ ഉദ്ദേശിച്ച് അയച്ചു തന്നതായിരിക്കും. Satan may allow us to talk about him for many hours, but he never allows you to talk with him even for a few minutes. പിശാചിൻ്റെ ലക്ഷ്യം അതാണ്. അവനോട് നീ സംസാരിക്കരുത്. അവനെ പറ്റി സംസാരിക്കുവാൻ എല്ലാവർക്കും പറ്റും, എനിക്കും പറ്റും. എല്ലാവർക്കും പറ്റുമെന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് പ്രാപിച്ച് സംസാരിക്കുന്നതും അവനെ പറ്റി സംസാരിക്കുന്നതും ഒക്കെ വ്യത്യസ്തമുണ്ട്. എന്നാലും ദൈവത്തെ പറ്റി സംസാരിക്കുവാൻ എന്നോട് നിങ്ങളിപ്പം പറഞ്ഞാൽ ഞാൻ വെളുപ്പിനെ വരെ നിന്ന് സംസാരിക്കാം. പക്ഷേ ഞാൻ 1 മിനിറ്റ് അവൻ്റെ മുമ്പാകെ ഇരുന്ന് അവിടുന്ന് നേടിയെടുത്തിട്ട് സംസാരിക്കുന്ന വ്യത്യാസമുണ്ട്. അതിന് പിശാച് സമ്മതിക്കത്തില്ല. His main motive is to prevent you from talking with him. You can talk about him to hundreds and lakhs of people for many hours and days and years of your life, but he will never allow you to sit with him. ആ ഇരിപ്പിലാണ് ദൈവ സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നമ്മളിലേക്ക് ഇറങ്ങുന്നതും വിശുദ്ധിയുടെ സാധ്യതയും അത് ആഗ്രഹിക്കുകയും അല്പം നമ്മളിലേക്ക് കയറുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ശക്തിയും മനസ്സിലാകുന്നത്. വിശുദ്ധി ഒരു കോട്ടയാണ്, ഒരു ബലമാണ്, ഒരു ശക്തിയാണ്. അപ്പോൾ ഈ വിശുദ്ധി നേടാതിരിക്കുവാൻ പിശാച് ആദ്യം ശ്രമിക്കുന്നത് ജഡത്തിലാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ജഡത്തെപ്പറ്റി മനസ്സിലാക്കണം. ജഡം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ഫ്ലഷ് എന്നാണ്. ഫ്ലഷ്. നമ്മൾ ഈ പാമ്പാക്കട നമസ്കാരത്തിലും നമ്മുടെ പ്രമീയ സദറായാലും ഒക്കെ പിതാക്കന്മാർ ഭോഗേച്ഛകൾ എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭോഗേച്ഛകൾ. രഹസ്യ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കുന്നവർക്ക് മനസ്സിലാകുന്ന ഒരു വാക്കാണത്. അത് പാമ്പാക്കട നമസ്കാരം നിങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടോ? നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്, ഈ പ്രാർത്ഥനാക്രമം എല്ലാവരും വാങ്ങിക്കണം. ഇതിനകത്തെ രഹസ്യ പ്രാർത്ഥനകളിൽ ഒളിഞ്ഞു കിടക്കുന്ന അതിശ്രേഷ്ഠമായ പ്രാർത്ഥനകളുടെ മർമ്മങ്ങൾ വല്ലാതെ നമ്മളെ ശുദ്ധീകരിച്ചെടുക്കും. ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിക്കണം, വായിച്ചു നോക്കണം. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അതിനായിട്ട് ഒരു സ്ഥലം നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ തോന്നില്ല, അങ്ങനെ ഇരിക്കാൻ തോന്നില്ല. ദൈവം എല്ലായിടത്തും ചുമ്മാ വരത്തില്ല. എന്തുകൊണ്ടാണ് നമുക്ക് വീട്ടിൽ പ്രാർത്ഥിക്കുവാൻ തോന്നാത്തതിൻ്റെ കാര്യം അതിനൊരു സ്പേസ് അവിടെ ഇല്ല. ആദ്യം ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്പേസ് ഉണ്ടാകേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. ആ സ്പേസ് എന്ന് പറഞ്ഞാൽ കർത്താവിനോടുള്ള സ്നേഹമാണ്, ദൈവത്തോടുള്ള സ്നേഹം. ആ സ്നേഹം വരണമെങ്കിൽ അവനാരാണെന്നറിയണം. നമുക്കൊരു സ്നേഹിതനുണ്ടെങ്കിൽ ആ സ്നേഹിതനെ പറ്റി നമ്മൾ അറിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് അവനോട് ഇഷ്ടം തോന്നുന്നത്. ഞാൻ ഉദാഹരണം എപ്പോഴും പറയാറുണ്ട്. അതായത് ഇപ്പോൾ ഞാനും സുനിലച്ചനും സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്കൊരു സൗഹൃദ ബന്ധമുണ്ട്, പരസ്പരം ഒരു സ്നേഹമുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞ്, ഒരു 10 വർഷം കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ജനിച്ച സമയത്ത് അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് മരണകരമായ അസുഖം വന്നിരുന്നു.
സാങ്കല്പികമായ ഒരു കഥയാണ് പറയുന്നത്. ഒരസുഖം വന്നിരുന്നു. അന്ന് ഇദ്ദേഹം എനിക്ക് വന്ന് എൻ്റെ അസുഖത്തിന് പരിഹാരമായി രക്തം തന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചു എന്നുള്ള കാര്യം ഞാൻ 10 വർഷത്തിന് ശേഷമാണ് അറിയുന്നതെന്ന് വിചാരിക്കുക. അന്ന് തൊട്ട് എനിക്ക് ഇന്നുണ്ടായിരുന്നതിനേക്കാളിൽ അധികം സ്നേഹം ആ വ്യക്തിയോട് തോന്നും, അല്ലേ? അന്ന് മുതൽ. എന്തുകൊണ്ടാണ്? അവൻ എന്താണ് എനിക്ക് ചെയ്തത് എന്ന് ഞാൻ കൂടുതൽ അറിഞ്ഞു. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ പറ്റി നമ്മൾ അറിയണം. അവൻ ആരാകുന്നു നിനക്കെന്നറിയണം. അപ്പം നമുക്കറിയാൻ വയ്യാത്ത കാര്യം വല്ലതും ആണോ കർത്താവിനെ പറ്റി? എന്തറിയാം? കർത്താവിനെ പറ്റി എന്താണ് അറിയാവുന്നത്? അവൻ ജനിച്ചു, അവൻ നമുക്ക് വേണ്ടി ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയി, രണ്ടാമത് വരും. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇതൊക്കെ അതിൻ്റെ ഫണ്ടമെൻ്റൽ കാര്യം എന്നുള്ളതേ ഉള്ളൂ. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം പൗലോസ്ലീഹ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ് പരിജ്ഞാനം. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഇപ്പോൾ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു എന്ന് കോരിന്ത്യർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ എന്താണ്? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലുള്ള ശ്രേഷ്ഠ നിമിത്തം ഇപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ചവറ എന്നെണ്ണുന്നു. നമുക്ക് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം എടുക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. അവിടെയാണ് പരിജ്ഞാനത്തെപ്പറ്റി ഏറ്റവും കൂടുതൽ പൗലോസ്ലീഹ പ്രതിപാദിപ്പിക്കുന്ന ഒരധ്യായമാണ്. 2-ാം അധ്യായം 2-ാം വാക്യം തൊട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണത സമ്പത്തും പ്രാപിക്കത്തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനം. എന്നിട്ട് താഴോട്ട് പറയാണ്, അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു. ഈ പരിജ്ഞാനം എന്താണെന്ന് ക്രിസ്തുവിനെ പറ്റി അറിയുമ്പോഴാണ് നമുക്ക് സ്നേഹം വർദ്ധിക്കുന്നത്. ഒരാളെന്താണ്, ആരാണ്, നമ്മളെ എപ്പോഴാണ് സൃഷ്ടിച്ചത്, നമ്മളെ സൃഷ്ടിച്ചപ്പോഴാണ് നമുക്ക് ആകെ അറിയാവുന്നത് എന്താണ്? നമ്മളെ ബർത്ത്ഡേ അല്ലേ. പക്ഷേ കർത്താവ് അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്. നീ ഉരുവാകും മുമ്പേ എൻ്റെ ഉള്ളം കയ്യിൽ നിൻ്റെ ആത്മാവിനെ ഞാൻ മെനഞ്ഞിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ധ്യാനിക്കുമ്പോൾ വേറെ മർമ്മങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പോൾ ക്രിസ്തു നമ്മുടെ മുമ്പാകെ വന്നു നിന്ന് സത്യസത്യമായി യഥാർത്ഥമായി അവൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് അവനോട് സംഭാഷിക്കുവാൻ പറ്റും, സംസാരിക്കുവാൻ നേരിട്ട്. ഇതൊന്നും അപ്രാപ്യമായ കാര്യമൊന്നുമല്ല, ഹാലൂസിനേഷനല്ല. ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ നമ്മോട് നേരിട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൽ ആത്മീയരാകുന്നത്. അത് മറ്റ് പല മതങ്ങളിലും വ്യത്യസ്തമാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത് മുഖാമുഖം, ദൈവം നമ്മളെ മക്കളായിട്ട് തിരഞ്ഞെടുത്തിട്ട് മുഖാമുഖം അവനോട് സംസാരിക്കുകയും അവൻ്റെ സാന്നിധ്യം, അവൻ്റെ രുചി, അവൻ്റെ ദർശനം, അവൻ്റെ മണം, അവൻ്റെ കേൾവി, അവനോടുള്ള സംസാരം, അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളും ക്രിസ്തുവുമായിട്ട് ചേർത്ത് വെച്ചാൽ അവൻ്റെ എല്ലാ ആത്മീയ സാധ്യതകളും നമുക്ക് ഈ ജഡത്തിൽ തന്നെ അറിയാൻ പറ്റും. അങ്ങനെ അറിഞ്ഞിട്ടുള്ളവരാണ് നമ്മുടെ പിതാക്കന്മാർ. നമ്മൾ പാടാറുണ്ട്, നിൻമുറിവുകളി നേറ്റേൻ മൂറോൻ മണമെന്നാഥ. എവിടെ നിന്ന് കിട്ടിയ മണം? ചുമ്മാ എന്തെങ്കിലും അലങ്കാര ഭാഷയിൽ എഴുതി വെച്ചതാണെന്നാണോ നിങ്ങളുടെ വിചാരം? അവർക്കൊരു ഗന്ധം കിട്ടിയതുകൊണ്ടാണ് എഴുതിയത്. അങ്ങനൊരു ഗന്ധം അവർ ആത്മീയമായി ആസ്വദിച്ചിരുന്നു. അങ്ങനെ ആസ്വാദനത്തിൽ ഉള്ള ഒരു ഗന്ധം ആരാധനയിലും വിശുദ്ധ കുർബാനയിലും ക്രിസ്തു സാന്നിധ്യമുള്ളിടത്തുണ്ടാകും. അതിൽ ആസ്വദിക്കത്തക്കവണ്ണം ചിലരുടെ ആത്മീയ മൂക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള അനേകർ എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഗന്ധം, കർത്താവിൻ്റെ ഗന്ധം. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദർശനം, കർത്താവിനെ കാണുക. ഞാൻ ഈ ഇടയ്ക്ക് യാത്ര പോയപ്പോൾ ഒരു വീട്ടിൽ ഒരു കുഞ്ഞിൻ്റെ അടുക്കൽ ചെന്നു. 14 വയസ്സോ മറ്റേ ഉള്ളൂ. അനങ്ങാൻ പറ്റില്ല കുഞ്ഞിന്. ഒരു ചെറിയ വേദന വയറ്റിൽ തുടങ്ങിയാണ്. അത് പിന്നെ ബാക്ക് പെയിനായി, ഷോൾഡർ പെയിനായി. അവൾ എങ്ങോട്ട് തിരിഞ്ഞാലും വേദനയാണ്. അതിസമൃദ്ധിയായ സുന്ദരിയായ ഒരു കുട്ടി. അപ്പോൾ ആ വീട്ടിൽ ഞാൻ ചെന്നു, പ്രാർത്ഥിക്കുവാനായിട്ട് ചെന്നു. ഞാൻ ആ കുഞ്ഞിൻ്റെ അടുക്കൽ എല്ലാവരെയും വെളിയിലിറക്കാം, എല്ലാവരും വെളിപ്പാൻ പറഞ്ഞു.
ഞാൻ അവളുടെ അടുത്ത് വളരെ വ്യക്തിപരമായി 3 മണിക്കൂർ സമയം ചെലവഴിച്ചു. വീട്ടുകാരെല്ലാം മുറിക്ക് പുറത്താണ്. എനിക്കങ്ങനെ അങ്ങ് തോന്നി, നിങ്ങൾ ഇപ്പോൾ വെളിയിൽ ഇറങ്ങണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്. ഈ കുഞ്ഞ് കണ്ണുനീരോടുകൂടി ചില കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ആ വീട്ടുകാർ ഈ കുഞ്ഞിൻ്റെ വേദന കണ്ടിട്ട് സഹിക്കാൻ വയ്യാതാണ് പ്രാർത്ഥിക്കുവാനായിട്ട് വിളിച്ചത്. അപ്പനും അമ്മയ്ക്കും കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ, ഭക്ഷണം കഴിക്കുന്നില്ല, അനങ്ങിയ പെയിനാണ്. ചെറിയ പെയിനൊന്നുമല്ല, നിലവിളിക്കത്തക്കവണ്ണുള്ള വേദനയാണ്. ഷോൾഡർ പെയിൻ, കയ്യിൽ പെയിൻ, ജോയിൻറ്റ് പെയിൻ, വയറുവേദന, അതിൻ്റെ കൂടാതെ വയറ്റിനകത്ത്. വയറുവേദന മാത്രം വന്നാൽ മതി നമ്മുടെ ജീവൻ പോകാൻ. എനിക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ജീവൻ പോകാൻ അത് മാത്രം മതി. ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ ഒന്നും പറ്റത്തില്ല. എന്ത് ചെയ്യാനാണ്? വയറ്റിലിങ്ങനെ പിടിച്ചാൽ വേദന പോകും. അതുപോലെയാണ് മൈഗ്രെയിൻ, എല്ലാ വേദനയും കണക്ക് തന്നെ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നൊരു കുഞ്ഞിലേക്ക് അങ്ങ് വന്നിരിക്കുകയാണ്. പക്ഷേ സംസാരിച്ച് ചേർന്നപ്പോൾ അവളുടെ മുഖത്ത് അതിപ്രസരമായ ഒരു ഗ്രേസ് ഞാൻ കണ്ടു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ജീസസ് ക്രൈസ്റ്റിനെ കണ്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ എന്നോട് കർത്താവിൻ്റെ രൂപം എങ്ങനെ ഇരിക്കും, അവൻ്റെ ഗന്ധം എങ്ങനെയാണ്, അവൻ്റെ ശബ്ദത്തിൻ്റെ സ്വീറ്റ്നെസ് എങ്ങനെയാണ് എന്നോട് പറഞ്ഞു. അച്ഛാ, നമ്മൾ ഈ കാണുന്ന പോലൊന്നുമല്ല, അങ്ങനെ ഈ കാണുന്ന രൂപമേ അല്ല എന്ന് പറഞ്ഞാൽ ഈ രൂപം അതൊക്കെ തന്നെ, ആ ഗ്ലോറി ഇങ്ങനെയൊന്നും അല്ല, ഈ പടത്തിൽ കാണുന്ന ഗ്ലോറിയൊന്നും അല്ല, നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. അതീവ സൗന്ദര്യവാനായി പ്രകാശങ്ങൾ വെളിച്ചങ്ങൾ തോൽക്കുന്ന രീതിയിലുള്ള വർണ്ണിക്കുവാനാകാത്ത ഒരു കരുണയുടെ രൂപമാണത്. മറ്റൊരു കുഞ്ഞിനെ ഇതുപോലെ ഞാൻ കാണുവാനിടയായി. വേറൊരു കുഞ്ഞ്, അതിനും ഏകദേശം 18 വയസ്സൊക്കെ ഉള്ളൂ. അതും ഇതുപോലെ തീവ്രമായ ഒരു പരീക്ഷണഖണ്ഡത്തിൽ കർത്താവിനെ കണ്ട കഥ എന്നോട് പറഞ്ഞു. അന്ന് പക്ഷേ അവൾ കണ്ടത് അങ്ങനെ ഒരു രൂപത്തിലല്ല, ഒരാട്ടിടയനെ പോലെയുള്ള ഏവരും പറയുന്നത് ഈ മുഖത്തിൻ്റെ ചൈതന്യവും പ്രസരിപ്പും ഗ്ലോറിയുമാണ്. ഞാനതാണ് ഇന്നലെ പറഞ്ഞത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അനേക കുഞ്ഞുങ്ങളെ ദൈവം വിശുദ്ധരായി ഒരുക്കിക്കൊണ്ട് വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ മുമ്പിൽ പതറിപ്പോകാതെ വണ്ണം നമ്മൾ മാതാപിതാക്കൾ അവരെ ഒരുക്കി നിർത്തണം. ഈ ലോകത്തിൽ നമ്മൾ കൊടുക്കുന്നതെല്ലാം കൊടുത്തോളൂ. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ഈ വചനത്തെയും വിശുദ്ധിയെയും പറ്റി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാത്തത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഇന്നൊരു ഉത്തരം അതിനുണ്ടായി. കാരണം നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം ഇവരെ പഠിപ്പിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും എഫർട്ട് എടുക്കുന്നത്? കാരണം ഒന്നേ ഉള്ളൂ, നമുക്കറിയാം ഇത് ചെന്ന് കഴിയുമ്പോൾ, ഇതവർ പഠിച്ച് മിടുക്കരായി പുറത്തിറങ്ങി കഴിയുമ്പോൾ അവർക്ക് ലോകത്തിൽ കിട്ടേണ്ടതായ സ്ഥാനമാനങ്ങൾ അവർക്ക് ലഭിക്കുവാൻ അവരെ നമ്മൾ എക്യുപ്പ് ചെയ്യുകയാണ്. അതിനൊരു കുഴപ്പമില്ല, നിങ്ങൾ എക്യുപ്പ് ചെയ്തോളൂ. പക്ഷേ ആ എക്യുപ്മെൻറ്റിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു ലക്ഷ്യം നമുക്കുണ്ട്. അതായത് ഇവർക്കൊരു ജോലി വേണം, ഇവർക്ക് നല്ല ജീവിതം വേണം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവരെ എക്യുപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് വചനത്തിൽ എക്യുപ്പ് ചെയ്യാത്തത്? അതെന്താണെന്ന് ഇന്ന് എനിക്ക് അതിനൊരു ഉത്തരം കിട്ടി. അതായത് പരിശുദ്ധാത്മാവ് ഇപ്രകാരം നിങ്ങളോട് പറയുന്നു, ലോകത്തിൽ ഉള്ള ആഗ്രഹങ്ങളുടെ 100-1 ആഗ്രഹം പോലും വരുവാനുള്ള ഒരു ലോകമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ്. ഉണ്ടെങ്കിൽ അത് കൊടുക്കാതിരിക്കുമോ? ഈ ലോകത്തിലെ ജീവിതം 70, ഏറെയാൽ 80, അതിനുശേഷം പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ എന്നുള്ള വചനം നമ്മൾ ഓർക്കാതെ, മരണമുണ്ടെന്നുള്ളതറിയാതെ, ഈ മരണത്തിനപ്പുറം എനിക്കൊരു ജീവിതം കർത്താവിനോടുകൂടെ ഉണ്ട് എന്നുള്ളത് വാസ്തവമായി തിരിച്ചറിയാതെ, ഈ ആരാധനയിൽ സംബന്ധിക്കുന്നവർക്കും സംബന്ധിക്കാത്തവർക്കും എല്ലാം ഇതൊരു ചിലപ്പം കണ്ടേക്കുമായിരിക്കും, ചിലപ്പം കാണും, ചിലപ്പം ഇല്ലായിരിക്കും. ഏതായാലും ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ വല്ല വൃത്തിയായിട്ട് നടക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലത് എന്ന് കാണിക്കുവാനുമായിട്ട് നമ്മൾ ദേവാലയത്തിൽ വരുന്നു, പ്രാർത്ഥനകൾ നടത്തുന്നു, കാര്യങ്ങളെല്ലാം നടത്തുന്നു. പക്ഷേ യഥാർത്ഥമായി ക്രിസ്തുവിനെ ഉള്ളിൽ തിരിച്ചറിയുവാനുള്ള ഒരു 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 വാഞ്ച, അതിന് വിശുദ്ധി അത്യന്താപേക്ഷിതം. ആ വിശുദ്ധി നേടാതിരിക്കുവാനാണ് പിശാച് ജഡത്തിൽ ആദ്യം കെണിവെക്കുന്നത്. അതായത് ജഡത്തിൻ്റെ ആഗ്രഹം ആത്മാവിൻ്റെ ആഗ്രഹത്തിന് എപ്പോഴും വിരോധമാണ്. നിങ്ങൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം എടുക്കും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. വേഗം പറയുന്നതുകൊണ്ട് നിങ്ങൾ എല്ലാം ശ്രദ്ധിച്ചിരിക്കണം, എനിക്ക് വളരെ സമയം പരിമിതമാകിയാൽ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്,
അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. അങ്ങനെയാണെങ്കിൽ 16-ാം വാക്യം വായിച്ചേ. 16-ാം വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹങ്ങളെ ജയിക്കുകയില്ല. ഈ കൂട്ടങ്ങളിൽ, ഇത്രയും കൂട്ടങ്ങൾ പറഞ്ഞതിൽ ഇതിലൊന്നുപോലും ആരെങ്കിലും പൊസസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. വെള്ളത്താലും ആത്മാവിനാലും ഒക്കെ ജനിച്ചിട്ടുണ്ട്, മാമോദീസയൊക്കെ മുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കൂട്ടങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ എന്തി നടക്കുന്നുണ്ടെങ്കിൽ ദൈവരാജ്യം നിങ്ങൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം പോകുന്ന ഒരു കാര്യമല്ല. ഈ ലോകത്തിൽ നിങ്ങളുടെ ഇടയിലുള്ള ദൈവരാജ്യം പോലും നിങ്ങൾക്ക് അവകാശമാക്കുവാൻ അല്ലെങ്കിൽ അതിൻ്റെ ആസ്വാദനം കിട്ടില്ല എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അതെങ്ങനെയാണ്? എന്തുവാണ് ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കി തരുവാൻ പറ്റത്തില്ല. എന്നാൽ എന്തുകൊണ്ടാണ് നമുക്ക് ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ പറ്റാത്തത്? കാരണം ജഡത്തിൻ്റെ പ്രവൃത്തികൾ ആത്മാവിൻ്റെ പ്രവൃത്തികൾക്ക് വിരോധമാണ്. വായിക്കുക 16-ാം വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹങ്ങളെ ജയിക്കുകയില്ല, നിവർത്തിക്കുകയില്ല. ജയിക്കുകയില്ല എന്നല്ല, നിവർത്തിക്കുകയില്ല. എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹങ്ങളെ നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ശ്രദ്ധിക്കുക. ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കുക. ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നമുക്ക് എന്തുകൊണ്ടാണ് ഈ ആത്മാവിനെ ശ്രദ്ധിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറ്റാത്തത്? ജഡത്തിൽ കൂടിയാണ് ആത്മാവിലേക്ക് നമ്മൾ ശ്രദ്ധ പതിക്കേണ്ടത്. പക്ഷേ ജഡം ആത്മാവിന് അതിൻ്റെ അഭിലാഷത്തിന് വിരോധമാണ്. ജഡത്തിന് ആത്മാവിൻ്റെ കാര്യവുമായിട്ട് താല്പര്യം വരണമെന്നുണ്ടെങ്കിൽ ആത്മാവിൻ്റെ സന്തോഷം, ശ്രദ്ധിച്ച് കേൾക്കണം, ജഡത്തിന് ആത്മാവിൻ്റെ കാര്യത്തിൽ താല്പര്യം വരണമെങ്കിൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കൃത്യസമയത്ത് പ്രാർത്ഥിക്കുവാനിരിക്കുക, രഹസ്യ പ്രാർത്ഥനയിൽ കർത്താവുമായിട്ട് ബന്ധം വേണമെന്ന് ആത്മാവിന് ആഗ്രഹമുണ്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മുടെ ആത്മാവിന് ആഗ്രഹമുണ്ട് വൈകിട്ട് 6 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 7 മണിയാകുമ്പോൾ ഒരു കൃത്യസമയം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. പക്ഷെ നടക്കാറില്ല. ഉണ്ടോ? ഇല്ല. വെറുതെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പലയിടത്തും ഇല്ല, അത് മാറിപ്പോയി, നീങ്ങിപ്പോയി, എക്സ്റ്റിങ്ഷനായി ഈ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന ഒക്കെ പോയി. ഞായറാഴ്ച പള്ളി വരുന്നുണ്ട്, അത് മാത്രം അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആധ്യാത്മികത എന്ന് പറയുന്നത്. അതുകൊണ്ടൊന്നും ക്രിസ്തു ബന്ധം ഉണ്ടാകണമെന്നില്ല. ക്രിസ്തു ബന്ധം 24/7 നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ കുടുംബ പ്രാർത്ഥന മാത്രം പോരാ, രഹസ്യമായിട്ട് കർത്താവുമായിട്ട് ബന്ധപ്പെടണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭർത്താവ് അറിയാതെ ഭാര്യയും ഭാര്യ അറിയാതെ ഭർത്താവും രഹസ്യബന്ധത്തിൽ കർത്താവുമായിട്ട് ഉണ്ടാവണം. ഞാനെന്താണ് പറഞ്ഞത്? ഭർത്താവ് അറിയാതെ ഭാര്യയും എന്തെങ്കിലും ഒരു രഹസ്യബന്ധം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കർത്താവുമായിട്ട്. അപ്പോൾ ലോകത്തിലെ സകല രഹസ്യബന്ധങ്ങളും കട്ടാവും. ഇന്നെന്താണ്? രഹസ്യബന്ധം എല്ലാവർക്കുമായി, ഭർത്താവിനും ഭാര്യയ്ക്കുമൊക്കെ. പക്ഷേ ലോകത്തിലുള്ളവരോടാണെന്ന് മാത്രം. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? കർത്താവുമായിട്ട് രഹസ്യബന്ധമില്ല. രഹസ്യത്തിൽ നമ്മൾ പാപത്തിൽ ജയിച്ചാൽ മാത്രമേ പരസ്യമായിട്ട് ജയിക്കുവാൻ സാധ്യമാകത്തുള്ളൂ. ഉദാഹരണം പറയാം. ദാവീദ് ഫെലിസ്ത്യരുടെ പാളയത്തിലേക്ക് വരികയാണ്. കയ്യിൽ 5 കവിണയും 5 കല്ലും ഒരു കവിണയുമുണ്ട്. 5 കല്ലും ഒരു കവിണയുണ്ട്. ചേട്ടന്മാർക്ക് ഫുഡ് കൊടുക്കാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ ഗോലിയാത്ത് ഇങ്ങനെ അതികായകനെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവനാണ് ഇച്ചിരി ഇല്ലാത്ത സുന്ദരൻ ചെറുക്കനാണ്. ദാവീദ് കോമളനായിരുന്നുണ്ട്, സുന്ദരൻ ചെറുക്കനാണ്, പക്ഷേ ഇച്ചിരിയേ ഉള്ളൂ. ഗോലിയാത്ത് അതികായകനായി പടച്ചട്ടയും അതുപോലെ തന്നെ ശിരസ്ത്രവും എല്ലാം വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, വാളൊക്കെ പിടിച്ചു. ദാവീദിൻ്റെ വിഷമം എന്താണെന്നറിയാമോ? ഇസ്രായേലിൻ്റെ ദൈവത്തെ അവൻ നിന്ദിക്കുന്നു. അതാണ് വിഷമം. ദാവീദിന് സഹിക്കാൻ പറ്റിയില്ല. നമുക്കിപ്പോൾ ദേവാലയത്തിൽ ബഹളം നടന്നാലോ, മധുബായിൽ വിശുദ്ധ സ്ഥലത്ത് മ്ലേച്ഛത കണ്ടാലോ, പുരോഹിതന്മാർ തമ്മി തല്ലുന്നത് കണ്ടാലോ നമുക്ക് വേദനയൊന്നുമില്ലല്ലോ. അത് അവരുടെ കാര്യം. നമുക്ക് വേദനയില്ല, സഭാമക്കൾക്ക് വേദനയില്ല, കരയാൻ പറ്റുന്നില്ല. ദൈവമേ
ആ പുരോഹിതന്മാർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും സഭയുടെ അവസ്ഥയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനായിട്ട് ജനത്തിന് വേദനയില്ല. അതെൻ്റെ വിഷയമല്ലെന്നാണ് പറയുന്നത്. ദാവീദിൻ്റെ വിഷയം ഫെലിസ്ത്യൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ നിന്ദിക്കുന്നത് കണ്ടിട്ട് ഉള്ളം കലങ്ങിയിട്ട് ചേട്ടന്മാരോട് എന്ന് പറഞ്ഞു, ഞാനൊരു കൈ നോക്കട്ടെ എന്ന് പറഞ്ഞു. ചേട്ടന്മാർ ചാടിച്ചു, വീട്ടിലെങ്ങാനും പോടാ ഇറക്കാമെന്ന് പറഞ്ഞു. ഫുഡ് തരാനാണ് വന്നതെങ്കിൽ തന്നേച്ച് പോയിക്കോണം, ഇവിടെ അങ്ങ് നിൽക്കണ്ട, നിനക്ക് ഇതൊന്നും താങ്ങാൻ പറ്റുന്നതല്ല. ദാവീദിന് സഹിക്കാൻ പറ്റിയില്ല. ശൗലിൻ്റെ അടുത്തോട്ട് ചെന്നു. ശൗലിൻ്റെ അടുത്തോട്ട് ചെന്ന് പറഞ്ഞു, രാജാവേ, അടിയൻ ഇടയച്ചെറുക്കനാണ്, ഒന്നും അറിയത്തില്ല, പക്ഷേ ഈ ഫെലിസ്തീനയോട് യുദ്ധം ചെയ്യുവാൻ എനിക്കൊരു അനുവാദം തരുമോ? ഇവരെല്ലാവരും പേടിച്ച് നിൽക്കുക. ഗോലിയാത്ത് ഇറങ്ങി ഇങ്ങനെ നിൽപ്പുണ്ട്. ഇസ്രായേൽ ജനമെല്ലാം ഒളിച്ച് ഓരോ മൂലയ്ക്ക് ഇരിക്കുകയാണ്. പേടിയാണ്. ഗോലിയാത്ത് നിൽക്കുന്നത് കണ്ടിട്ട് എല്ലാം പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ശൗല് പറഞ്ഞു, എടാ ചെറുക്ക, നീ ആകപ്പാടെ ഇച്ചിരേ ഉള്ളൂ, നിൻ്റെ ചേട്ടന്മാർ പറഞ്ഞ പോലെ വീട്ടിലെങ്ങാനും പോകും, പക്ഷേ ഇവനങ്ങ് എനിക്ക് അവനെ കൊല്ലുവാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ശൗല് പറഞ്ഞു, അതെങ്ങനെയാണ് നിനക്ക് ഇത്ര കോൺഫിഡൻസ് എന്താണ്? ഇതിനെല്ലാം ആന്തരിക അർത്ഥമുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അതായത് ദാവീദ് പറയുകയാണ്, യജമാനെ, രാജാവേ, ഞാൻ ഒരു ദിവസം ഇടയച്ചെറുക്കനായി ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി എൻ്റെ വയലിലേക്ക് പോയപ്പോൾ ഒരു ബാലസിംഹം എൻ്റെ ആടുകളെയും എന്നെയും കടന്ന് ആക്രമിച്ചു. ആ സിംഹത്തെ ഞാൻ പിച്ചി കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞു. ശിംശോൻ കീറിയതുപോലെ ആ സിംഹത്തെ ഞാൻ പിച്ചി ചീന്തിക്കളഞ്ഞു എന്ന് പറഞ്ഞു. ഇതിൻ്റെ ആന്തരിക അർത്ഥം എന്താണെന്നറിയാമോ? ഇതാദ്യമായിട്ടാണ് ദാവീദ് വെളിപ്പെടുത്തുന്നത്. ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. കാരണം ഒരു സിംഹത്തിൻ്റെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ, സിംഹം എന്ന് പറയുന്ന ആ മൃഗം വേദപുസ്തകത്തിൽ രണ്ട് രീതിയിലും പ്രതിപാദിക്കുന്നുണ്ട്. പിശാചിൻ്റെ സിമ്പിളായിട്ടും പ്രതിപാദിക്കുന്നു. പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു. അപ്പോൾ വേദപുസ്തകത്തിലെ പൈശാചികൻ്റെ ഒരു സിമ്പിളാണ് സിംഹം. എന്നാൽ യഹൂദയുടെ സിംഹമായി കർത്താവിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അത് സിംബോളിക് ലാംഗ്വേജസ് ആണ്. ഇപ്പോൾ ഇവിടെ ദാവീദ് ബാലസിംഹത്തെ കൊന്നു എന്ന് പറഞ്ഞാൽ അവൻ ആരും അറിയാതെ രഹസ്യമായിരിക്കുന്ന സമയത്ത് പാപത്തെ ജയിച്ചിരുന്നു എന്നർത്ഥം. എന്താണ് ഞാൻ പറഞ്ഞത്? ആരും അറിയാതെ രഹസ്യമായി തൻ്റെ മുറിയിലിരിക്കുന്ന സമയത്ത് പാപത്തെ, രഹസ്യപാപങ്ങളെ ജയിച്ചു എന്നർത്ഥം. രഹസ്യപാപങ്ങൾ, അതിനെ ജയിക്കണം. പരസ്യമായിട്ടുള്ള പാപം നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. മുറിയിലിരിക്കുമ്പോൾ രഹസ്യപാപങ്ങൾ എവിടെയാണ് നമ്മൾ ചെയ്യുന്നതെന്നറിയാമോ? ജഡത്തിലാണ്. ജഡത്തിൽ, നമ്മുടെ ശരീരത്തിലാണ് ആ പാപം നമ്മൾ കൊണ്ടുവരുന്നത്. ശരീരത്തിലും മനസ്സിലും രഹസ്യമായി പാപങ്ങളെ ജയിക്കുക. ജോസഫ് പൊത്തിഫറിൻ്റെ ഭവനത്തിൽ വെച്ച് പൊത്തിഫറിൻ്റെ ഭാര്യ ജോസഫിനെ മോഹിച്ച് വശീകരിക്കുവാൻ ശ്രമിച്ചപ്പോൾ ജോസഫ് പറഞ്ഞു, എൻ്റെ യജമാനായ രാജാവ് നിന്നെ ഒഴികെ സകലത്തിലും ഈ കൊട്ടാരത്തിൽ എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. ആ അധികാരം തന്ന യജമാനെ, അവൻ്റെ ഭാര്യയോട് ഞാൻ ദ്രോഹം ചെയ്താൽ ദൈവം എന്നോട് ക്ഷമിക്കുമോ? പൊക്കോളാൻ പറഞ്ഞു. രഹസ്യത്തിൽ ജഡത്തിന്മേൽ അധികാരം. യുവാക്കൾ, യുവതികൾ, പ്രായമുള്ളവർ, പുരോഹിതർ എല്ലാവരും ശ്രദ്ധിക്കുക. ശരീരത്തിൻ്റെ വിശുദ്ധി ജഡത്തിൽ ആരംഭിക്കണം. മുറിയിൽ കതകടച്ചിരിക്കുമ്പോൾ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണ് പാപത്തെ ജയിക്കുന്നതിന് അനുസരിച്ചിരിക്കും വലിയ പാപത്തിന് മുമ്പിൽ നമ്മൾ പോരാടുവാൻ ഇറങ്ങുവാനുള്ള സാധ്യത ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ രഹസ്യ പാപങ്ങളിൽ നമ്മൾ തോറ്റുപോയാൽ പരസ്യ പാപങ്ങളുടെ കാര്യം പറയേ വേണ്ട, നമ്മൾ അടിഞ്ഞു പോകും. രഹസ്യപാപങ്ങൾ നമ്മളെ ആക്രമിക്കുന്നത് ജഡത്തിലാണ്. ജഡത്തിൻ്റെ അശുദ്ധി, കാമം മുതലായവയാൽ മ്ലേച്ഛതകളിൽ നമ്മൾ വീണുപോയാൽ ആ മ്ലേച്ഛതകളുടെ മൂപ്പിൽ നമ്മൾ വീണ്ടും വലിയ പാപത്തിലേക്ക് വീഴുമ്പോൾ അത് പാപമാണെന്ന് പോലും അറിയില്ല. അതുകൊണ്ടാണ് ഇപ്രകാരം തന്നെ പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധ സ്ഥലത്ത് മ്ലേച്ഛത കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചൊള്ളട്ടെ. കാരണം മ്ലേച്ഛത തുടങ്ങിയത് രഹസ്യത്തിലാണ്. രഹസ്യത്തിൽ മ്ലേച്ഛത ശരീരത്തോട് ചെയ്താൽ ആ ശരീരത്തെ ദൈവം നശിപ്പിക്കും. 1 കൊരിന്ത്യർ 3:16 വായിക്കുക. 1 കൊരിന്ത്യർ 3:16 വായിക്കാമോ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ്
നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മുടെ ശരീരം ആരുടെ ഭവനമാണ്? ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതായത് ഈ കെട്ടിടം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. നമ്മുടെ ശരീരം വിശുദ്ധമല്ലെങ്കിൽ നമ്മൾ ഈ ദേവാലയത്തിൽ വന്ന് നിന്ന് അശുദ്ധി കാണിക്കും. അപ്പോൾ നിങ്ങൾ അശുദ്ധി എന്ന് അങ്ങോട്ട് കേൾക്കുമ്പോൾ നിങ്ങളങ്ങ് ആ വലിയ വലിയ സെക്ഷുവൽ ഇമ്മോറാലിറ്റി മാത്രമായിട്ട് വിചാരിക്കരുത്. നിങ്ങൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം ഒന്നെടുത്ത്, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം നിർത്തി, 5-ാം അധ്യായം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം എന്നെടുക്കാമോ? 5-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ച്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3-ാം വാക്യം ഞാൻ തന്നെ വായിക്കാൻ സമയമില്ല. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. ഞാൻ വായിച്ചങ്ങോട്ട് വിടുമ്പോൾ നിങ്ങൾ വെറുതെ കേട്ട് വിടുകയും ചെയ്തു. ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം, മൂന്നും എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ 3 ദിവസമെങ്കിലും വേണം. അതുകൊണ്ട് തൽക്കാലം ആ വാക്കങ്ങോട്ട് മനസ്സിലാക്കുക. ഇനിയും അശുദ്ധി എന്ന് പറയുന്നത് നിസ്സാര കാര്യങ്ങളിലും ഉണ്ട്. വായിച്ചേ. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവരാജ്യം ഇല്ല. ഇല്ല ഇല്ലാന്നേ ഇല്ല. എന്താണ്? 1, ചീത്തത്തരം കയ്യിലുണ്ടോ? കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവരാജ്യം കിട്ടില്ല, ക്രിസ്തുവിനെ അറിയാനും പറ്റില്ല. പൊട്ടച്ചൊല്ല് ഉണ്ടോ? ഉണ്ടോ? സമ്മതിക്കും, ഉണ്ട്. എനിക്കുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടേ? ഏത് നേരവും നമുക്ക് അനുദപിക്കാനേ സമയമുള്ളതെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ അർത്ഥം. അതാണ് പൗരസ്ത്യ ദർശനത്തിൽ ഈ അനുതാപ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, അടുത്ത് വായിച്ചു, കളിവാക്ക് പറയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? അതാണ് വിശുദ്ധി പ്രാപിക്കുന്തോറും നമ്മൾ മൗനികളാകും. നാക്കാണ് പ്രധാന പ്രശ്നം. ജഡത്തിൻ്റെ നാക്ക് വലിയ പ്രശ്നമാണ്. നമ്മൾ വിചാരിക്കുന്ന ഇമ്പാക്റ്റ് അല്ല നാക്കിനുള്ളത്. നമ്മൾ സഹോദരനെ നിസാര എന്ന് വിളിച്ചാൽ ന്യായവിധിക്ക് യോഗ്യനാവുന്നെന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. യഹൂദന്മാർ വിചാരിച്ചിരുന്നത് കൊല ചെയ്താലേ പ്രശ്നമുള്ളെന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് പറയാണ്, അതവിടെ ഇരിക്കട്ടെ, കൊല ചെയ്യരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനെ നിസ്സാര എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ന്യായവിധിക്ക് യോഗ്യനാകും. അപ്പോൾ ശ്രദ്ധിച്ചേ, ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും അരുത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ. അതായത് നമ്മൾ വിശുദ്ധി ആർജിക്കും തോറും നമ്മളായിട്ട് പ്രത്യേകിച്ച് എഫർട്ടൊന്നും ഇതിനെ എടുക്കണ്ട. ഇത് തന്നെ ഇറങ്ങിപ്പോയിക്കോളും. വെളിച്ചം വരുന്നിടത്ത് ഇരുട്ട് മാറിപ്പോവും. അവിടെയാണ് വചനത്തിൻ്റെ പ്രത്യേകത. വചനം വെളിച്ചമാവുന്നു. ദൈവവചനം നമ്മൾ ശ്രദ്ധയോടെ ജാഗ്രതയോടെ ധ്യാനിച്ചാൽ കർത്താവിൻ്റെ വെളിച്ചം നമ്മളിലേക്ക് പരിശുദ്ധ റൂഹായാൽ നമ്മുടെ ഉള്ളിലേക്ക് വരികയും അത് നമ്മുടെ ആത്മാവിൽ നിന്ന് ശരീരത്തിലേക്ക് പ്രവഹിക്കുകയും ചെയ്യും. അങ്ങനെ പ്രവഹിക്കുമ്പോൾ വെളിച്ചം നിറഞ്ഞിട്ട് ഇരുട്ട് നീങ്ങിപ്പോവുകയാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ അവൻ ദൈവത്തോടു കൂടിയായിരുന്നു, അവൻ മുഖാന്തരം സകലതും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ കീഴടക്കുകയില്ല. ഇപ്പോൾ ഈ മുറിയിൽ നിറച്ച് ഇരുളാണെന്ന് വിചാരിക്കുക, തെള്ളിയെടുത്ത് വെളി കളയുകയാണോ ചെയ്യുന്നത്? ആണോ? ഒരു ലൈറ്റ് കത്തിച്ചാൽ മതി, തന്നെ പൊക്കോളും. അതുകൊണ്ട് ശരീരത്തിൻ്റെ ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, പിന്നെ താഴോട്ട് വരുന്നുണ്ട് ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി. അപ്പോൾ ദ്രവ്യാഗ്രഹം, പണത്തോടുള്ള അമിതമായ ആഗ്രഹവും താല്പര്യവും വിഗ്രഹമാണ്. ജഡത്തിൻ്റെ അഭിലാഷമാണ്. ലക്ഷറി ലൈഫ് ജഡത്തിൻ്റെ അഭിലാഷമാണ്. അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ അനുദപിച്ചോണം. നിങ്ങൾ തീമോത്തിയോസിൽ നിന്ന് എടുക്കാമോ? തീമോത്തിയോസ് എഴുതിയ ലേഖനം 1 തീമോത്തിയോസ് 6-ാം അധ്യായം എടുക്കണം. 1 തീമോത്തിയോസ് 6-ാം അധ്യായം 1 തീമോത്തിയോസ് 6-ാം അധ്യായം 15-ാം വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ.
6:15 വായിച്ച്. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താന്മാർത്ത അധസ്ഥിതയുള്ളവനും അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനും മനുഷ്യർക്കാർക്കും കാണുവാനും കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് അതിൻ്റെ പ്രത്യക്ഷത വരുത്തും. അതല്ല 6:15 ഉണ്ണുവാനും കൊടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വയ്ക്കുക എന്നുള്ള ഭാഗം 6-ാം അധ്യായം 8-ാം വാക്യമാണ്. 15 ഞാൻ പറഞ്ഞതല്ലേ, 8-ാം വാക്യം. ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വയ്ക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങിയിട്ട് മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ സകല ദോഷങ്ങൾക്കും ഇരയായിത്തീരും. ബൈ ഡീഫോൾട്ട് അത് സംഭവിക്കും. നമ്മൾ പോലും അറിയത്തില്ല. പണത്തിന് അങ്ങനെ വലിയൊരു പ്രശ്നമുണ്ട്. നമ്മളറിയാതെ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റും. നമുക്ക് തന്നിരിക്കുന്നതാണ് എന്നൊക്കെ നമുക്ക് തോന്നും. അതുകൊണ്ട് അതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അത് വിഗ്രഹമാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ഇതെവിടാണ് തുടങ്ങുന്നത്? ജഡത്തിൽ തുടങ്ങുകയാണ്, ജഡത്തിൽ ആരംഭിക്കുക. എങ്ങനെയാണ് ഇതിനെ ജയിക്കുന്നത്? ജഡത്തിന് അതിൻ്റെ അഭിലാഷം ആത്മാവിന് വിരോധമാണ്. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ, ഒരു കാര്യം പറഞ്ഞുതരാം. മാമോദീസായിൽ നിങ്ങൾക്കൊരു നൽവരം കിട്ടിയിട്ടുണ്ട്, ഒരു അഭിഷേകം, ഒരു പട്ടത്വം കിട്ടിയായിരുന്നു. പട്ടത്വം നിങ്ങൾ അറിഞ്ഞായിരുന്നോ? നിങ്ങൾ പുരോഹിത വർഗത്തിലേക്ക് ആയി. ആ പട്ടത്വത്തിൻ്റെ പേരാണ് ഒൽമോയോ. അതുകൊണ്ടാണ് നിങ്ങളെ അൽമായർ എന്ന് വിളിക്കുന്നത്. അത് ചുമ്മാ പുരോഹിതന്മാരെയും ഐമേനികളെയും മാറ്റി നിർത്താനുള്ള പദപ്രയോഗമല്ല. ഒൽമോയോ ഈസ് ആൻ ഓർഡിനേഷൻ ഓഫ് അനോയിൻമെൻറ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് സോ ദാറ്റ് യു ക്യാൻ പ്രിവെയിൽ ആൻഡ് ഹാവ് ദ പ്രിവിലേജ് to have all the privileges in the holy sacraments and the Christian life. മക്കളെന്നുള്ള അവകാശം കിട്ടിയിരിക്കുന്നത് ഈ ഒൽമോയോ എന്ന പട്ടത്തിലൂടെയാണ്. ഒൽമോയോ, അങ്ങനെ 7 പട്ടങ്ങൾ താഴോട്ട് വരും. അവസാനം വന്ന് നിൽക്കുന്നതാണ് കശീശ, അതായത് പൗരോഹിതൻ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ ആത്മീക അനുഗ്രഹത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചില നൽവരങ്ങൾ നിറച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരുടെയും ആത്മാവ് പ്രകാശിച്ചു തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഈ പ്രകാശം ആത്മാവിനെ ജഡത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ജഡത്തിന് കീഴ്പ്പെട്ട് കിടക്കുന്നതെന്ന് ഞാൻ പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. ആത്മാവ് പ്രകാശിച്ചിരിക്കുകയാണ്, പക്ഷേ ജഡത്തിലേക്ക് ഈ പ്രകാശം ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? മനുഷ്യന് 3 കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. 1 ആത്മാവ്, 2 മനസ്സിലാകാൻ വേണ്ടി മനസ്സെന്ന് പറയാം, മനസ്സല്ല ദേഹി എന്നുള്ള വാക്കാണ് ശരി, സോൾ. 3ാമത്തേത് ശരീരം. ശരീരം, ദേഹി, ആത്മാവ്. നമ്മൾ ഈ ശരീരത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും കൊടുക്കും. 80 വയസ്സിനകം ഈ സാധനം തീരും. ശേഷിച്ചിരിക്കുന്നത് ഈ ആത്മാവും ദേഹിയുമാണ്. ഈ ആത്മാവിലേക്കും ദേഹിയിലേക്കുമാണ് പുതിയ ശരീരം കർത്താവ് തരുന്നത്. കർത്താവ് നമുക്ക് തരുന്നത് കർത്താവിൻ്റെ ഗ്ലോറിഫൈഡ് ബോഡിയാണ്. ഗ്ലോറിഫൈഡ് ബോഡി മീൻസ് ദ റിസറക്റ്റഡ് ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിച്ച് ഹാസ് എ ഡിഫറെൻറ്റ് ഡയമെൻഷൻ. അല്പം സയൻസ് പറയാൻ പോവുകയാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത് 3D വേൾഡിലാണ്, 3D ഡയമെൻഷൻ. അതുകൊണ്ട് നമ്മുടെ ശരീരമൊക്കെ 3D വേൾഡിലാണ്. 4D, 5th D, 6th D, 7th D, 8th D, 9th D, 10th, 11th, 12th വരെ ഉണ്ട്. ഇനി ഞാൻ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയാം. 4th D തന്നെ നമ്മുടെ ബ്രെയിനിന് ഉൾക്കൊള്ളുവാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ 4th Dയിലുള്ള ഒരു ജീവിക്ക്, ഇപ്പോൾ ഞാനും സുനിലച്ചനും 4th ഡയമെൻഷനിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അച്ഛൻ്റെ ഉള്ളിലേക്ക് എനിക്ക് കയറാൻ പറ്റും. അച്ഛൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയാം. അച്ഛനും അതുപോലെ അറിയാം. കർത്താവ് അടച്ചിട്ട മുറിയിൽ കയറിയത് അങ്ങനെയാണ്. ഹിസ് ബോഡി വാസ് ഇൻ എ ഡിഫറെൻറ്റ് ഡയമെൻഷൻ. ഇറ്റ് ചേഞ്ച്ഡ് ആഫ്റ്റർ ദ റിസറക്ഷൻ. കർത്താവിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ എവിടെ നിൽക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞു തരാം.
അപ്പോൾ ഈ ഫോർത്ത് ഡയമെൻഷനിൽ ടൈം ട്രാവൽ വരെ പറ്റും. അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, എനിക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. 3 മിനിറ്റെങ്കിലേ എനിക്ക് സമയമുള്ളൂ. ഇതിനകത്തൊക്കെ എങ്ങനെ തീർക്കാനാണ്? ഫോർത്ത് ഡയമെൻഷനിൽ തന്നെ ടൈം ട്രാവലുണ്ട്. അതായത് നിങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് നിങ്ങൾക്ക് പോകണോ? വളരെ ഈസിയാണ്. അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ഇനി 4 വർഷം കഴിഞ്ഞ് നിങ്ങൾ എവിടെയായിരിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയണോ? ട്രാവൽ ചെയ്യാൻ പറ്റും. ഇതാണ് ഫോർത്ത് ഡയമെൻഷനിൽ തന്നെയുള്ള നമ്മുടെ സാധ്യത. ഡീമൻസ്, പിശാചുക്കൾ, ഇവയെല്ലാം ഫിഫ്ത്ത് ഡയമെൻഷനിൽ നിൽക്കുന്നവരാണ്. താഴെയുള്ള ഡയമെൻഷൻ ഉള്ളവർക്ക് മുകളിലുള്ള ഡയമെൻഷനെ ഈ ശരീരം കൊണ്ട് കാണുവാൻ പറ്റില്ല. ഉദാഹരണം, ഒരു ഉറുമ്പ് 2 ഡയമെൻഷനിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. 2 ഡയമെൻഷൻ. അതിന് സ്ട്രൈറ്റ് ഒരു മൂവ്മെൻറ്റും ലെഫ്റ്റ് റൈറ്റ് മൂവ്മെൻറ്റുമേ ഉള്ളൂ. അപ്വേർഡ് മൂവ്മെൻ്റ് ഇല്ല, അപ്വേർഡ് അതിന് കാണത്തുമില്ല. അതുകൊണ്ടാണ് നമ്മളൊരു ഉറുമ്പിനെ കൊല്ലുവാൻ ചെല്ലുമ്പോൾ നമ്മുടെ കൈ അങ്ങോട്ട് ചെല്ലുന്നെന്ന് അതിന് തോന്നില്ല. അത് ചത്ത് കഴിയുമ്പോഴായിരിക്കും അതിന് തന്നെ മനസ്സിലാകുന്നത് ഞാൻ ചത്തുപോയല്ലോ എന്ന്. സെക്കൻഡ് ഡയമെൻഷനിൽ ജീവിക്കുന്ന ഒരു ജീവിക്ക് തേർഡ് ഡയമെൻഷനിൽ ജീവിക്കുന്ന നമ്മളെ കാണാത്തതുപോലെ തേർഡ് ഡയമെൻഷനിൽ ജീവിക്കുന്ന നമുക്ക് ഫിഫ്ത്ത് ഡയമെൻഷനിലോ ഫോർത്ത് ഡയമെൻഷനോ ഉള്ള ജീവജാലങ്ങളെ കാണുവാൻ സാധ്യമല്ല. ഡീമൻസ്, Satans, all these type of celestial beings are in the 5th dimension, and all the angels will be in the 6th and the 7th dimension, and Gabriel, Michael and the major among the angels are in the 10th and 11th dimension, and God is on the 12th dimension. അതുകൊണ്ടാണ് ഈ 12 എന്നുള്ള വാക്കിനൊക്കെ പ്രാധാന്യം അങ്ങനെയൊക്കെ വരുന്നതാണ്. 4ൻ്റെ സാധ്യത തന്നെ നമുക്ക് പിടികിട്ടുന്നില്ല. അപ്പോൾ 12ൻ്റെ സാധ്യത എന്തെങ്കിലും മനസ്സിലാവുമോ? അപ്പോൾ കർത്താവിൻ്റെ ഗ്ലോറിഫൈഡ് ബോഡി 12ൽ നിൽക്കുമ്പോൾ അതിലേക്ക് നമ്മളെ ഉയർത്തുവാനാണ് ഇത്. പക്ഷേ നമ്മൾ ഇതിനെപ്പറ്റി വല്ല ബോധ്യമുണ്ടോ? നമ്മൾ ഈ ചാവുന്ന വരെയുള്ള കാര്യത്തെപ്പറ്റിയല്ലേ നമ്മുടെ ശരീരത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇതിനെപ്പറ്റി വല്ല ബോധ്യമുണ്ടോ? ഉണ്ടോ? വിശ്വസിക്കണമെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ആത്മാവിൽ വെളിപ്പെടുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. അതുകൊണ്ട് ആ ശരീരം നമുക്ക് ലഭിക്കണമെങ്കിൽ, ഈ ശരീരം വിശുദ്ധിയോടെ കാക്കണമെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവ് വെളിച്ചമാകുന്നു. ഈ ആത്മാവിൻ്റെ വെളിച്ചം ശരീരത്തിലോട്ട് കയറണമെങ്കിൽ ശ്രദ്ധിച്ചുകൊള്ളണം. ശരീരത്തിലോട്ട് കയറി ആ ശരീരത്തിന് ഈ ആത്മാവിൻ്റെ സന്തോഷം മനസ്സിലായെങ്കിൽ മാത്രമേ ശരീരം ഇതിന് വഴങ്ങത്തുള്ളൂ, ഇല്ലെങ്കിൽ വഴങ്ങത്തില്ല. ദേവാലയത്തിൽ പോകണമെന്ന് തോന്നാത്തത് എന്താണ്? ഇന്ന് മടുപ്പാണ്. എന്താണ്? ശരീരമാണ് പറയുന്നത്, സാത്താനൊന്നുമല്ല. നിങ്ങളങ്ങനെ വിചാരിക്കരുത്. നിങ്ങളെ വേദപുസ്തകം വായിക്കാതിരിക്കാൻ ആരാണ് പ്രേരിപ്പിക്കുന്നത്? സാത്താനൊന്നുമല്ല. സാത്താനിനകത്ത് ഒരു റോളുമില്ല. നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ആത്മീക കാര്യങ്ങളിൽ താല്പര്യം കാണിക്കാത്തത്. കാരണം ശരീരത്തിന് ഒറ്റ ആഗ്രഹമുള്ളൂ, സുഖിക്കണം, വേറൊന്നുമില്ല. ഇവിടെ നിൽക്കുമ്പോഴും എൻ്റെ ശരീരം പറയുന്ന ഈ ഫാൻ ഇങ്ങോട്ട് കുറച്ചും കൂടെ തിരിച്ചു വയ്ക്കാനാണ്. കാരണം ശരീരത്തിൻ്റെ കംഫോർട്ട്, ലക്ഷറി ഇങ്ങനെ കൂടിക്കൊണ്ട് ഇരിക്കും. അതിന് വിവിധ കാര്യങ്ങളുണ്ട്. ശരീരത്തിൻ്റെ 3 സുഖങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 3 സുഖങ്ങളെ ശരീരം ആഗ്രഹിക്കുന്നുള്ളൂ. അതിൽ നിങ്ങൾക്ക് അധികാരമില്ല എന്നുണ്ടെങ്കിൽ ആത്മാവിൻ്റെ സാധ്യത ഒന്നും തിരിച്ചറിയുവാൻ സാധ്യമല്ല. ശരീരം ആഗ്രഹിക്കുന്ന 3 സുഖങ്ങളാണ്. 1 ഉറക്കം, 2 ഭക്ഷണം, 3 സെക്സ്. ഈ 3 കൂട്ടം കാര്യങ്ങളിലും അധികാരമില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇഫ് യു ഡോണ്ട് ഹാവ് എ റൈറ്റ് അതോറിറ്റി ഓവർ യുവർ ബോഡി, യു കനോട്ട് എൻജോയ് ദ കിങ്ഡം ഓഫ് ഹെവൻ. അതാണ് ശ്രദ്ധിക്കണം. ഇപ്പോൾ കയ്യിരിക്കുന്ന ഈ ആയുധമെല്ലാം വിശുദ്ധിയുള്ളതായിരിക്കണം. വിശുദ്ധി ഇതിലേക്ക് നോക്കുമ്പോൾ അശുദ്ധമായത് കാണുവാൻ നിങ്ങളെ കണ്ണ് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവിലെ വെളിച്ചം കെടുമെന്ന് മാത്രമല്ല, ശരീരം കൂടുതൽ ഇരുട്ടുള്ളതായി തീരുകയും അത് ശരീരത്തിൽ അനുഭവപ്പെടുകയും ചെയ്യും. ഇരുട്ടുള്ള ശരീരം ഇരുട്ടിലേക്കൊന്ന് നീക്കഴിയുമ്പോൾ ഇരുട്ടിലാണെന്ന് ആ ശരീരത്തിന് തോന്നുകയില്ല. എന്നാൽ വെളിച്ചം ആഗ്രഹിക്കുന്നവന് ചെറിയൊരു ഇരുട്ട് പോലും അസ്വസ്ഥമാണ്. അതുകൊണ്ടാണ് വിശുദ്ധന്മാർ മൗനികളായി പോകുന്നത്. അവരാരോടും മിണ്ടിയല്ലേ. അശുദ്ധമായത് കാണില്ല, കേൾക്കില്ല. നമ്മൾ വിചാരിക്കും ഈ TV സീരിയൽസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു എന്റർടൈൻമെന്റ് എന്നുള്ളതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മൾ പോലും അറിയാതെ അശുദ്ധി നമ്മുടെ കാതിൽ കൂടി കേൾക്കുകയാണ്. കാതിൽ കൂടി കേൾക്കുന്ന കാര്യത്തിന് ആത്മീയമായ കുറെ ഇമ്പാക്ട്സ് ഉണ്ട്. കർണത്താൽ അവനെ കൈക്കൊണ്ടുദരേ കയറി. കർണത്താൽ കൈക്കൊണ്ടത് ഉദരത്തിൽ വന്നു.
കർണത്തിലൂടെ നമ്മൾ കയറ്റിവിടുന്ന സാധനം നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന എന്റർടൈൻമെന്റ് പ്രോഗ്രാംസിൽ അശുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് വലിയ മേച്ചമായ വലിയ വാക്കുകളൊന്നുമല്ല. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, 3 കാര്യങ്ങൾ മതി. അത് നിങ്ങളെ അശുദ്ധമാക്കും. അപ്പോൾ ആത്മാവിന്റെ ശോഭ ശരീരത്തിലേക്ക് കയറിയില്ല. കയറാതിരിക്കുന്നതുകൊണ്ട് ശരീരം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും എന്തോന്ന് വേറെ ദിവസം, എന്തോന്ന് പിന്നെ ആരാധന കിടന്നുറങ്ങാം. ശരീരം ഇത് പറയും. ശരീരത്തിനെ ഇങ്ങനെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ശരീരത്തെ ക്രൂസിഫൈ ചെയ്യണം. ഇതാണ് പോയിന്റ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആകയാൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിലെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുടെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവൻ വിശുദ്ധിയുള്ള യാഗമായി സമർപ്പിക്കണം. ക്രൂസിഫൈ 15 നോമ്പെടുക്കുന്നത്, അതായത് വിശുദ്ധിയോടുകൂടി നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെ ശരീരത്തിൽ നിന്ന് മാറ്റി വെക്കുന്നത്. വി ആർ ക്രൂസിഫൈങ് അവർ ബോഡി. ഉപവാസം എടുക്കുമ്പോൾ വി ആർ ക്രൂസിഫൈങ് അവർ ബോഡി. ഇഷ്ടമുള്ള ശരീരത്തിന് താല്പര്യമുള്ള സാധനങ്ങൾ മാറ്റി വെക്കുന്നത് ക്രൂസിഫൈങ് അവർ ബോഡി. ശരീരത്തിൽ പീഡനങ്ങൾ ഏറ്റെടുക്കുന്നത് ക്രൂസിഫൈങ് അവർ ബോഡി. അങ്ങനെ ശരീരത്തെ ക്രൂസിഫൈ ചെയ്താൽ മാത്രമേ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ നശിക്കൂ. മോശ കൈയുയർത്തി നിന്ന് പ്രാർത്ഥിച്ചു. ശരീരത്തിൽ ഭയങ്കര വേദന. കൈ ഉയർത്തി നിന്നപ്പോൾ ഇസ്രായേൽ ജനം ജയിച്ചു. കൈ താഴ്ത്തി നിന്നപ്പോൾ ഇസ്രായേൽ ജനം തോറ്റു. എനിക്ക് അച്ഛൻ സിംഗിൾ വിട്ടു. ഒരു കാര്യം കൂടെ പറയാം. ശരീരത്തെ ക്രൂസിഫൈ ചെയ്യുക, മനസ്സിനെ നവീകരിക്കുക. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും അത് ദിവസവും ചെയ്യേണ്ട കാര്യം. റിന്യൂവിംഗ് യുവർ മൈൻഡ്. ഒരുപാട് പറയാനുണ്ട്, നമുക്ക് സമയമില്ല. അതിന്റെ ബാക്കി ഭാഗമായിട്ട് വിശുദ്ധ ആരാധനയും വിശുദ്ധ പ്രേരിപ്പിക്കുന്നു